മാർച്ച് മാസത്തെ പൊതുവെ അറിയപ്പെടാറ് പരീക്ഷകളുടെ മാസമായിട്ടാണ്. ഒബ്വിയസ്ലി SSLC, 10th, +2 ഏകദേശം എല്ലാ ക്ലാസ്സുകളിലെയും എക്സാമിനേഷൻ നടക്കുന്നത്, ഫൈനൽ എക്സാമിനേഷൻ നടക്കുന്നത്, ആനുവൽ എക്സാമിനേഷൻ നടക്കുന്നത് മാർച്ച് മാസത്തിലാണ്. ഇനി മാർച്ചിലല്ലാതെ എക്സാമിനേഷൻസ് നടക്കാറുണ്ട്. കോളേജുകളിലേക്ക് പോകുമ്പോൾ, സെമസ്റ്റർ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അവിടെ മാസങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെയും എക്സാമിനേഷൻസ് വരുന്നുണ്ട്. ഈവൻ ഇഫ് യു ആർ പ്ലാനിങ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ, PhD, PDF എല്ലായിടത്തും എക്സാമിനേഷൻസ് ഉണ്ട്. ജോബിലും മറ്റും ക്വാളിഫയിങ് എക്സാമിനേഷൻസ് ഉണ്ട്. ഗവൺമെൻറ് ജോബുകളിലേക്കും എക്സാമിനേഷൻസ് ഉണ്ട്. അങ്ങനെ പരീക്ഷകളും മനുഷ്യൻ്റെ ജീവിതവും വളരെ അടുത്ത് കിടക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റും അതോടൊപ്പം അതിൻ്റെ ഒരു മിറർ റിഫ്ലക്ഷനായിട്ട് വരുന്ന കാര്യം എന്നുള്ളത് പരീക്ഷാ പേടിയാണ്. അത് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഈ രീതിയിലുള്ള പേടി അനുഭവിക്കുന്നവരാണ്. ഇങ്ങനെ പേടി വരുന്നതോടുകൂടി അത് പരീക്ഷയുടെ റിസൾട്ടിനെയും നിങ്ങളുടെ പെർഫോമൻസിനെയും ബാധിക്കുന്നു എന്നുള്ളതും വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. സോ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് പരീക്ഷാ പേടിയെക്കുറിച്ചാണ്. നല്ലതാണോ, എങ്ങനെ നല്ലതാണ്, ഏതൊക്കെ രീതിയിലുള്ള പരീക്ഷാ പേടികൾ ഉണ്ടാകാം, അതോടൊപ്പം അത് എങ്ങനെ കോൺഫ്രണ്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ടു ബിഗിൻ വിത്ത്, പേടി, ഫിയർ എന്നുള്ളത് എപ്പോഴും അത് ഒരു നെഗറ്റീവാക്കി ഒഴിവാക്കപ്പെടേണ്ട കാര്യം എന്ന് ഉള്ള നിർബന്ധം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഫിയർ ക്യാൻ ബി ഗുഡ്. അത് നമുക്ക് ഒരു രീതിയിലുള്ള ഒരു അലേർട്ട് നൽകുന്നു, പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നൽകുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യം. തീർച്ചയായിട്ടും പേടിയെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് മനസ്സിലാക്കി തരുന്നത്. ഫിയറിനെ പോലെ തന്നെ ഫിയർ മാനേജ്മെൻറ്റ് എന്നൊരു കാര്യം കൂടിയുണ്ട്. അത് പരീക്ഷയുടെ കാര്യത്തിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നു. ഇൻ കേസ് പേടിയില്ലാതെ, ആ പരീക്ഷ പേടിയില്ലാതെയാണ് നാം ആ പരീക്ഷയെ ഫേസ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് ആ ഒരു സീരിയസ്നെസ് കിട്ടില്ല എന്നുള്ളതും സത്യം തന്നെയാണ്. സോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പരീക്ഷാ പേടി എന്നുള്ളതും ഒരു രീതിയിൽ നല്ല കാര്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് പരീക്ഷയുടെ ഒരു വലിയ കാര്യം, അതായത് പരീക്ഷയ്ക്ക് വേണ്ട പ്രിപ്പറേഷൻ, അത് നിങ്ങൾക്ക് ഈ പേടി കാരണം പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് പരീക്ഷാ പേടിയുടെ ആ നെഗറ്റീവ് എഫക്റ്റ്, സൈഡ് എഫക്റ്റ് നമുക്ക് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നത്. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ പല ലെവലിലാണ് പരീക്ഷാ പേടികളുള്ളത്. ഒന്ന്, പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. ഓക്കെ, സോ ഈവൻ ഇഫ് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്, എക്സാമിനേഷനൊക്കെ എഴുതാനുള്ള ആ ഒരു പ്രോപ്പർ കാര്യങ്ങളൊക്കെ പഠിച്ച് പ്രോപ്പറായിട്ട് ഒരു പ്ലാനൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് എക്സാമിനേഷൻ ഹാൾ വരുന്നതെങ്കിലും എക്സാമിനേഷൻ്റെ ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ബ്ലാങ്ക് ആകുന്ന ഒരു തരം പേടിയുണ്ട്. അത് വളരെ ലീത്തലാണ്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. സോ അതിന് എങ്ങനെ നമുക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യാം എന്നും അറിയേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും അത് വളരെ ഡീപ്പ് ലെവലിലുള്ള പേടിയാണ്, ചിലപ്പോൾ സൂപ്പർഫിഷ്യൽ ആയിരിക്കാം. ഏതായിരുന്നാലും ഇതിന് നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലേഴ്സിനെയോ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒബ്വിയസ്ലി ദേ ക്യാൻ ഹെൽപ്പ് യു. പക്ഷേ എല്ലായ്പ്പോഴും നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് നേടണം എന്ന നിർബന്ധവുമില്ല. ഇഫ് യു ആർ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ്, പ്രോപ്പർലി പ്രിപ്പയർഡ്, പ്രോപ്പർലി എക്യുപ്ഡ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു രീതിയിൽ, നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പരീക്ഷാ പേടി ഒഴിവാക്കാനുള്ള ഏറ്റവും ലളിതമായ രീതി എന്നുള്ളത്, നിങ്ങൾ എന്തിനാണ് പരീക്ഷ എഴുതുന്നത്? ടു ഗെറ്റ് റിസൾട്ട്. ആ പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എന്തെങ്കിലും എഴുതണം. ഫോർ ആൻ ഇൻവിജിലേറ്റർ, പരീക്ഷ നോക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പരീക്ഷ റിസൾട്ട് വിലയിരുത്തുന്ന ഒരാൾക്ക് നിങ്ങളുടെ നോളജ് അറിയാനുള്ള ഒരേ ഒരു വഴി എന്നുള്ളത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുക. ആ ആൻസർ ഷീറ്റിലുള്ള നിങ്ങളുടെ റെസ്പോൺസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എത്ര പഠിച്ചാലും, എത്ര ഡീപ്പ് നോളജ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളുടെ നോളജിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടാകില്ല. സോ ദ ബേസിക് മിനിമം റിക്വയർമെൻറ്റ് ഈസ് പ്രസൻറ്റിങ് യുവർ സെൽഫ്. നിങ്ങളെ ആൻസർ ഷീറ്റിൽ കൂടി നിങ്ങളുടെ നോളജിനെ അറിയിക്കാനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. സോ നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണെങ്കിൽ പോലും if you don't know how to communicate properly through your exam
സമയത്ത് ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എത്ര എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന കാര്യത്തിൽ ഫെയിൽ ആകുകയാണെങ്കിൽ നിങ്ങളുടെ നോളജ് എത്ര ഉണ്ടായാലും അൺഫോർച്ചുനേറ്റ്ലി അത് വിലയിരുത്തപ്പെടില്ല എന്നുള്ളതാണ് സത്യം. സോ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. എങ്കിൽ തീർച്ചയായിട്ടും ആ പരീക്ഷാ സമയത്ത് കംപ്ലീറ്റ് ബ്ലാങ്ക് ഔട്ടായി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കപ്പെടേണ്ട സീരിയസ്നെസ്സിനെ കുറിച്ച് അറിയുന്നതാണ്. ഇനി രണ്ടാമത്തെ പരീക്ഷാ പേടി എന്നുള്ളത് എക്സാമിനേഷൻ ഹാളിന് മുമ്പ്, അതായത് പരീക്ഷയുടെ ടൈം ടേബിൾ കിട്ടുന്ന സമയത്തുണ്ടാകുന്ന ഒരു തരം മരവിപ്പാണ്. സോ സ്റ്റഡി ടൈമൊക്കെ ഉണ്ടാകും, സ്റ്റഡി അവേഴ്സ് ഉണ്ടാകും, സ്റ്റഡി ഡേയ്സ് ഉണ്ടാകും. സോ ഈ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം കംപ്ലീറ്റ് ആയിട്ട് ഒരു തരം പ്രശ്നം, ഒരു മാനസികമായ സമ്മർദ്ദം ഫീൽ ചെയ്യുന്നതിൽ കൂടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്ജക്ട്സ് ഉണ്ടാകും, അതിനെ എങ്ങനെ ടൈം ടേബിളുമായി ക്രമീകരിച്ചു എങ്ങനെ എക്സാമിനേഷൻ എഴുതണം, അതിനനുസരിച്ചൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഏത് സബ്ജക്റ്റ് ഏത് സമയത്ത് പഠിക്കണം, ചില സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ്റെ സമയത്ത് ചില ഗ്യാപ്പ് ഉണ്ടാവും. സോ യു ക്യാൻ ഇൻക്ലൂഡ് ദർ. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ സിലബസ് ഒരു ദിവസം 2 ദിവസം 3 ദിവസം എങ്കിലെങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ എഫക്റ്റീവായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ സമയത്ത് ഇഫ് യു ആർ ഫീലിംഗ് പാനിക്, നിങ്ങൾക്ക് എഫക്റ്റീവായി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. സോ ഈ ഒരു പേടി, അതായത് നേരത്തേത് ലെവൽ 0 ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് ലെവൽ 1 എന്ന് പറയാം. ഈ പേടിയും നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. കാരണം നേരത്തെ പറഞ്ഞത് ഇസ് അബൌട്ട് കമ്മ്യൂണിക്കേഷനാണ്, അതായത് ആൻസർ ഷീറ്റിൽ കൂടി എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പേടിയാണെങ്കിൽ രണ്ടാമത്തെ പേടി എന്നുള്ളത് ഇസ് അബൌട്ട് ആ പ്രിപ്പറേഷനാണ്, അതായത് എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള ആ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പേടിയാണ്. തീർച്ചയായിട്ടും പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നൽകുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എക്സാമിനേഷൻ്റെ സമയത്ത് എഴുതാനുള്ള കോണ്ടന്റ് തരില്ല എന്നുള്ളതാണ് സത്യം. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം വരുന്ന ഒരു പേടിയുണ്ട്, അതായത് എക്സാമിന് വേണ്ടി പഠിക്കുക എന്ന ഒരു കൺസെപ്റ്റ്. അത് നിങ്ങളെ പേടിപ്പെടുത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ക്ലാസ് റൂം സമയത്ത് തന്നെ അത് നിങ്ങളെ ബാധിക്കും. അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനോ അല്ലെങ്കിൽ നോളജിലേക്ക് കൺവേർട്ട് ചെയ്യാനോ നിങ്ങളെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. സോ അങ്ങനെയുള്ള ആ സമയം, അതായത് നമുക്കിതിനെ ലെവൽ 2 പേടി എന്ന് പറയാം. അതായത് ക്ലാസ് നടക്കുന്ന സമയം, എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ ഒന്നും വന്നിട്ടില്ല, മറിച്ച് സെമസ്റ്റർ സമയമാണ്, ക്ലാസ് റൂം സമയമാണ്, നല്ല രീതിയിൽ പഠിക്കേണ്ട സമയമാണ്. ആ സമയത്തിൽ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക്കായി കൊണ്ടുവരാനുള്ള ഒരു കഴിവാണ്. ഒബ്വിയസ്ലി നാം മനസ്സിലാക്കേണ്ടത് ഒരു എക്സാമിനേഷൻ എന്നുള്ളത് എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കോണ്ടന്റ് വേണം. കോണ്ടന്റിനെ എത്ര എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതാണ് ശരിക്കും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. പക്ഷേ ഇങ്ങനെ കോണ്ടന്റ് ലഭിക്കണമെങ്കിൽ എക്സാമിൻ്റെ തൊട്ട് മുമ്പ് പഠിച്ചാൽ ആ സമയത്ത് കിട്ടുന്ന നോളജ് എന്നുള്ളത് ഡീപ്പായിരിക്കില്ല, വളരെ ഷാലോ ലെവലിലായിരിക്കും. പലപ്പോഴും ബൈ ഹേർട്ട് ചെയ്തൊക്കെയാണ് ആൾക്കാർ ആ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ സമയം യൂസ് ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾ ക്ലാസ് റൂം സമയത്ത് തന്നെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക, നോട്ട്സ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, അതാത് ദിവസം പഠിച്ച സബ്ജക്റ്റുകളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് വീട്ടിലെത്തി അല്ലെങ്കിൽ റൂമിലെത്തി അതിന് ഷോർട്ട് നോട്ടോ മറ്റോ ആക്കി പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീടുള്ള ആ ഒരു സ്റ്റഡി ടൈം ഉണ്ടാകുമല്ലോ, അതായത് എക്സാമിനേഷന് തൊട്ട് മുമ്പുണ്ടാകുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ഈ നോട്ട്സ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ കപ്പാസിറ്റി ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. അത് വളരെ വലിയതാണ്, ഓസമാണ്, ബ്രില്യൻ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ യൂസ് യുവർ പൊട്ടൻഷ്യൽ, ഫുൾ പൊട്ടൻഷ്യൽ ഫോർ യുവർ എക്സാമിനേഷൻ റിസൾട്ട്സ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ലെവൽ ആയിട്ടുള്ളത് ലെവൽ 3 ആണെന്ന് തോന്നുന്നു. ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയമാണ്. അതായത് ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ കരിയറിനെ എങ്ങനെ സഹായിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കി വേണം സെലക്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം നിങ്ങൾ ആ കോഴ്സ് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ കോഴ്സിൽ പഠിക്കുന്നത് അതിനെക്കുറിച്ചൊരു അവയർനെസ് ലഭിക്കുക എന്നുള്ളതാണ്. അത് എല്ലായ്പ്പോഴും ക്ലാസ് റൂമിൽ നിന്ന് ലഭിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. അത് നിങ്ങൾ സ്വയം നേടിയെടുക്കേണ്ടതാണ്. ഏതൊരു സബ്ജക്റ്റ് ആയാലും അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, അതിൻ്റെ സമ്മറി നോക്കുക. ഇപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്, ചാറ്റ് GPT അതുപോലെ AI ടൂൾസും ഒക്കെ ഉണ്ട്. സോ യു ക്യാൻ ഗെറ്റ്
കാര്യമായിട്ട് തന്നെ കൂടുതൽ സമയം ചെലവഴിക്കാതെ വളരെ ബ്രീഫായിട്ട് ആ സബ്ജക്റ്റ് ലെവൽ ഔട്ട്ലൈൻ ലഭിക്കുക എന്നുള്ളതാണ്. ഔട്ട്ലൈൻ ലഭിച്ചാൽ പിന്നീട് ചെയ്യേണ്ടത് ഒരു ഹോളിസ്റ്റിക് വ്യൂ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതായത് ആ സബ്ജക്റ്റിൽ, ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകുന്ന ഓരോ ഹെഡിങ്ങും എങ്ങനെയാണ് ആ സബ്ജക്റ്റിനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് വ്യൂ, അതായത് ഒരു മുകളിൽ നിന്നുള്ള ഒരു ബേർഡ് വ്യൂ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ കാര്യമായിട്ട് നിങ്ങൾ ഇൻഡെപ്തിലൊന്നും പോകുന്നില്ല, മറിച്ച് ഒരു ചെറിയ ധാരണ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ധാരണ ഉണ്ടാക്കിയെടുക്കൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രെയിനിനെ വലിയ രീതിയിലാണ് അത് സഹായിക്കാൻ പോകുന്നത്. കാരണം പിന്നീട് ലഭിക്കുന്ന ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടുള്ള ഇൻഡെപ്ത് നോളജൊക്കെ ഈ കാര്യത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സോ ഇവിടെ മൈൻഡ് മാപ്പിംഗ് പോലുള്ള ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒബ്വിയസ്ലി ദർ ആർ മെനി മെത്തേഡ്സ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു ബ്രിങ് യുവർ ഫുൾ പൊട്ടൻഷ്യൽ ഇൻ യുവർ എക്സാമിനേഷൻ അറ്റംപ്റ്റ്സ്. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇതൊക്കെയാണ് നമുക്ക് പരീക്ഷാ പേടിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറിയ കാര്യമായിട്ട് തോന്നാം. അതായത് പരീക്ഷയെ പേടിയില്ല, മുതിർന്നവരൊക്കെ എങ്ങനെയാണ് പറയാറ്, ഇതൊക്കെ പേടിക്കേണ്ട കാര്യമാണോ എന്നുള്ളത്. പക്ഷെ സെയിം മുതിർന്നവർ വെൻ ദേ വെയർ യങ്ങർ ആസ് എ സ്റ്റുഡൻറ്റ് അവരും ഈ രീതിയിലുള്ള പേടി അനുഭവിച്ചിരുന്നു. സോ ഈ കാര്യം അക്നോളജ് ചെയ്യുക. നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ അനിയന്മാരെ, അനിയത്തികളെ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ അവരെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. മെൻ്റലി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യണം എന്ന കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നമുക്കത് ഞാൻ വിചാരിക്കും ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണം അവർ അറിയാൻ, യൂട്യൂബിലും മറ്റും ഒബ്വിയസ്ലി ദേ ക്യാൻ ഫൈൻഡ് സോ മെനി റിസോഴ്സസ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ, അനിയന്മാരെ, അനിയത്തിയെ അടുത്ത് വിളിച്ച് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫിക്സ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത് ഒരു യൂട്യൂബറിനും നൽകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സിനും, ഒരു പോഡ്കാസ്റ്ററിനും, ഒരു മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനും നൽകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പരീക്ഷാ പേടി നല്ലതാണ് ഇഫ് യു നോ ഹൗ ടു യൂസ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.